നടിയെ ആക്രമിച്ച കേസ്. ഈ കേസിൽ ഇപ്പോൾ ദിലീപിന്റെ ഭാഗത്ത് ഫുള്ള് തെറ്റ്. ഒന്നാം പ്രതിനെ തൂക്കിക്കൊന്നില്ലെങ്കിലും കുഴപ്പമില്ല, ദിലീപിനെ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് തൂക്കിക്കൊല്ലണം എന്ന രീതിയിൽ വാദിക്കുന്ന ഒരു കൂട്ടാളുകൾ, പല മാധ്യമങ്ങളും വളച്ചൊടിച്ച പല കഥകളും കേട്ടുകൊണ്ടാണ് നിങ്ങളെല്ലാവരും തെറ്റിദ്ധരിക്കപ്പെടുകയും ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയാണ് എല്ലാത്തിനും കാരണം എന്ന് വിചാരിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഇരക്ക് നീതി ലഭിക്കുക തന്നെ വേണം. അതിന് കേസ് നല്ല രീതിയിൽ തന്നെ പോകണം എന്നുള്ളതാണ്. ഇവിടെ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളതാണ്. പല ആളുകൾക്കും അത് എന്താണെന്ന് പോലും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ തന്നെ ഒന്ന് വിശദീകരിച്ചു തരാം എന്നുള്ളതാണ്. ആദ്യമായിട്ട് ഹാഷ് വാല്യൂവിലെ മാറ്റങ്ങൾ വന്നു എന്ന് പറയുന്നത് ബൈജു പൗലോസ് എന്ന് പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ക്രൈംബ്രാഞ്ചിലെ ഒരു ഡിവൈഎസ്പിയും കൂടിയാണ് എന്നുള്ളതാണ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ ഒരു കാര്യം തുറന്നു പറയുന്നത്. ഇനി എന്താണ് ഹാഷ് വാല്യൂ എന്ന് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഒരു മെമ്മറി കാർഡ്, ആ മെമ്മറി കാർഡിന് ഒരു ഹാഷ് വാല്യൂ ഉണ്ടായിരിക്കും. ഈ മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ 64 അക്കങ്ങൾ ചേർത്തുകൊണ്ട് അല്ലെങ്കിൽ 64 വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് പറയുക എന്ന് കൂട്ടുക. ഏതെങ്കിലും ഒരു ഡിവൈസിലേക്ക് നമ്മൾ ഈ മെമ്മറി കാർഡ് ഇട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ടാബിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ, ഈ ടാബിനകത്തുള്ള പല ഡാറ്റാസിന്റെയും ചെറിയ അതായത് കുറച്ച് ഹിഡൻ ഡാറ്റാസ് ഉണ്ട്. ഇപ്പൊ എന്തെങ്കിലും ഒരു മെമ്മറി കാർഡ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ തന്നെ ആ മെമ്മറി കാർഡിലേക്ക് ഓട്ടോമാറ്റിക്കിലേക്ക് കയറിക്കൂറുന്ന മാൽവെയർ പോലത്തെ ചെറിയ ഒരു സംഭവം, ഇത് മെമ്മറി കാർഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഈ മെമ്മറി കാർഡ് ഒരു തവണ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ മെമ്മറി കാർഡിന്റെ ടോട്ടൽ വാല്യൂ, അതായത് ഈ 64 അക്കങ്ങൾ ചേർന്നിട്ടുള്ള ഹാഷ് വാല്യൂയിൽ, ആ ഹാഷ് വാല്യൂയിൽ വലിയ മാറ്റങ്ങൾ വരും എന്നുള്ളതാണ്. ഇതാണ് ബൈജു പൗലോസ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത് എന്നുള്ളതാണ്. മെമ്മറി കാർഡ് പല ആളുകളും പല ഡിവൈസുകളിലും ഇട്ടു, കോപ്പി ചെയ്തോ എഡിറ്റ് ചെയ്തോ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയോ എന്നറിയില്ല. അത് സംഭവിച്ചോ എന്നൊരു ഡൗട്ട് ബൈജു പൗലോസ് പറയാണ്. ഞാൻ വായിച്ചു തരാം. ബൈജു പൗലോസ് മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ പകർത്തിയതായി ആരോപിക്കപ്പെടുന്ന ഉപകരണങ്ങളെക്കുറിച്ച് മറ്റ് തെളിവുകളെക്കുറിച്ചും കോടതിയിൽ റിപ്പോർട്ടിൽ സമർപ്പിച്ചു എന്നുള്ളതാണ്. അന്വേഷണ റിപ്പോർട്ടുകളെയും ഫോറൻസിക് പരിശോധനയുടെയും അടിസ്ഥാനത്തിൽ മെമ്മറി കാർഡിന്റെ മൊത്തത്തിലുള്ള ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം ഉൾപ്പെടുന്ന അന്വേഷണ സംഘം കോടതിയിൽ വ്യക്തമാക്കിയത്. വോളിയം ഹാഷ്ടാഗ് മാറിയതാണ് അനധികൃത ഇടപെടലിന് തെളിവായത്. മെമ്മറി കാർഡ് ഏതെങ്കിലും ഡിവൈസിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഫോണിലുള്ള അല്ലെങ്കിൽ ടാബിലുള്ള പല ചെറിയ ഹിഡൻ ഡാറ്റാസ്, ചെറിയ ടംബ്, അതേപോലെ desktop.in, തമ്പനയിൽ, അങ്ങനെയുള്ള ഫയൽസ് അതിലേക്ക് കയറും. അപ്പോൾ ടോട്ടൽ വാല്യൂവിൽ വലിയ മാറ്റം വരും. അതിന് ചെറിയതാണോ വലുതാണോ എന്നുള്ളതല്ല, കോടതിയിൽ നമ്മൾ സമർപ്പിച്ചിട്ടുള്ള ആ ഒരു മെമ്മറി കാർഡിന് എന്ത് മാറ്റം വന്നു കഴിഞ്ഞാലും അത് കേസിനെ വലിയ രീതിയിൽ ബാധിക്കും എന്നുള്ളതാണ്. അതായത് പ്രതിഭാഗം വക്കീലിന് കൃത്യമായിട്ട് മെമ്മറി കാർഡ് ആരോ ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് സിമ്പിളായിട്ട് ഊരിപ്പോരാം എന്നുള്ളതാണ്. എന്നാൽ കോടതി ഈ ഒരു കാര്യത്തിന് അദ്ദേഹത്തിന് കൊടുത്ത മറുപടി ഇതാണ്. ഈ കേസിൽ കോടതി വ്യക്തമാക്കിയത് മെമ്മറി കാർഡിന്റെ മൊത്തത്തിലുള്ള ഹാഷ് വാല്യൂ മാറിയെങ്കിലും പ്രധാന തെളിവായ വീഡിയോ ഫയലിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല എന്നാണ്. കോടതിയുടെ ലക്ഷ്യം വീഡിയോയുടെ ഉള്ളടക്കം എഡിറ്റ് ചെയ്യപ്പെട്ടില്ല എന്ന് സ്ഥാപിക്കുക എന്നായിരുന്നു എന്നാ പറയുന്നത്. ഇനി അടുത്ത സംശയം അല്ലേ, മെമ്മറി കാർഡ് ഈ ഡിവൈസിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ ഹാഷ് വാല്യൂ മാറും, ഞാൻ നേരത്തെ അത് പറഞ്ഞ പോലെ തന്നെ. എന്നാൽ വീഡിയോക്ക് എന്ത് മാറ്റം വരും? വീഡിയോ നമ്മൾ കോപ്പി ചെയ്യുകയോ എഡിറ്റ് ചെയ്യുകയോ റീനെയിം ചെയ്യുകയോ ചെയ്താൽ മാത്രമേ അതിൻ്റെ ഹാഷ് വാല്യൂ മാറുകയുള്ളൂ എന്നുള്ളതാണ്. എഡിറ്റ് ചെയ്യണം, വെറും പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു പുസ്തകം വായിക്കുന്നത് പോലെയാണ്. പുസ്തകം വായിക്കുമ്പോൾ ആ പുസ്തകത്തിലെ വാക്കുകൾക്കോ എഴുത്തുകൾക്കോ ഒന്നും സംഭവിക്കുന്നില്ല. അതുപോലെ തന്നെ വീഡിയോ നമ്മൾ പ്ലേ ചെയ്തിട്ടേ ഉള്ളൂ എങ്കിൽ അതിനൊന്നും സംഭവിക്കില്ല എന്നുള്ളതാണ്. ഇവിടെ ആ വീഡിയോസിനൊന്നും സംഭവിച്ചില്ല. വീഡിയോ ആരോ എഡിറ്റ് ചെയ്തു, വീഡിയോ കോപ്പി ചെയ്തു, ഡൗൺലോഡ് ചെയ്തു, അങ്ങനെ പല രീതിയിലുള്ള വാക്കുകളാണ്. പിന്നെ ദിലീപിന്റെ കൈകളിലും ആ വീഡിയോ എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ആളുകൾ പറയുന്നുള്ളതാണ്. അങ്ങനെ ആ വീഡിയോസിന് ഒന്നും സംഭവിച്ചില്ല. ഇനി അടുത്തത്, ദിലീപിന്റെ കൈവശം കോടതിയുടെ അകത്തുള്ള പല ഡാറ്റാസും പല റിപ്പോർട്ടുകളും മുന്നേ തന്നെ കിട്ടുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞ വാക്കുകളാണിത്. ദിലീപിന്റെ കയ്യിൽ പല ഡാറ്റാസും കോടതിയുടെ അകത്ത് നിന്ന് കിട്ടുന്നു. പിന്നെ ഇപ്പോൾ വിധി പറഞ്ഞതുപോലും പുറത്ത് ആളുകൾക്ക് കിട്ടി എന്നുള്ള കാര്യമൊക്കെ പറയുന്നത്. ഇതിനെന്താണ് തെളിവുള്ളത്? ഇതെന്താ സംഭവിച്ചത്? ദിലീപ് ഇതിൽ കോടതിയെ പൈസ കൊടുത്ത് വാങ്ങിയെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് പോലും തെറ്റുപറ്റിയൊരു ഭാഗമാണ് ഞാൻ പറയാൻ പോകുന്നത്. ദിലീപ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തനിക്ക് വാദിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഡാറ്റ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ എത്തുകയാണ്.
നടിയെ ആക്രമിച്ച കേസിലെ പ്രതിയായ ദിലീപ് കേസിൽ ഏറ്റവും നിർണായകമായ തെളിവായ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങളുടെ ക്ലോൺ പകർപ്പ് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഈ വിഷയത്തിൽ കോടതിയുടെ അന്തിമ തീരുമാനം കേസിന്റെ വിചാരണയിൽ വലിയ സ്വാധീനം ചെലുത്തി. ദിലീപിന് ആ നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ കാണണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിലേക്ക് പോയി. ദിലീപ് അവിടെ ആവശ്യപ്പെട്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ, പ്രധാന തെളിവായ ദൃശ്യങ്ങൾ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ അനിവാര്യമാണ്. ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മാത്രമേ തനിക്ക് വേണ്ടി കൃത്യമായി വാദിക്കാൻ അഭിഭാഷകന് കഴിയൂ. തന്റെ മൗലിക അവകാശമായ നീതി ലഭിക്കാനുള്ള അവകാശം ഉറപ്പാക്കാൻ ദൃശ്യങ്ങളുടെ ക്ലോൺ ആവശ്യമാണ് എന്നാണ് കോടതിയിൽ പറയുന്നത്. എന്നാൽ കോടതി അതിന് കൊടുത്ത മറുപടി, സുപ്രീം കോടതിയുടെ തീരുമാനം 2019 നവംബറിലാണ്. ദിലീപിന്റെ ഈ ആവശ്യം സുപ്രീം കോടതി പൂർണ്ണമായും അംഗീകരിച്ചില്ല. എന്നാൽ ഒരു ഒത്തുതീർപ്പ് എന്ന നിലയിൽ ചില സുപ്രധാന നിർദ്ദേശങ്ങൾ നൽകി. ക്ലോൺ കോപ്പി നിഷേധിച്ചു, അതായത് ക്ലോൺ കോപ്പി കൊടുക്കില്ല. മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ അതിജീവിതയുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട അതീവ രഹസ്യ സ്വഭാവമുള്ള രേഖയായതിനാൽ പ്രതിക്ക് അതിന്റെ പൂർണ്ണ ക്ലോൺ പകർപ്പ് നൽകാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ദൃശ്യങ്ങൾ കാണാൻ അനുമതി നൽകിയിട്ടുണ്ട് കേട്ടോ, പക്ഷെ അത് എങ്ങനെയാണെന്ന് നോക്കാൻ നിബന്ധനകളുണ്ട്. ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡല്ല, പകരം അതിന്റെ ക്ലോൺ ചെയ്ത പകർപ്പ് മാത്രമേ പരിശോധനയ്ക്കായി നൽകാവൂ എന്നുള്ളതാണ്. ഈ പരിശോധനയ്ക്കായിട്ട് നൽകുന്ന ക്ലോൺ ചെയ്യേണ്ട മെമ്മറി കാർഡ് ഉണ്ടല്ലോ, ഇതിന്റെ ഫുൾ ചെലവ് ആരാ ചെയ്യേണ്ടതെന്ന് അറിയോ? ദിലീപാണ്. ദിലീപിന്റെ ആവശ്യമാണത്. അതിന് ചണ്ഡീഗഡിലേക്ക് ഈ മെമ്മറി കാർഡ് അയക്കും. അതിന്റെ ക്ലോണിങ്ങിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് അത് ദിലീപ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ ഫണ്ട് കൊടുത്തതും ഈ കോടതിയുടെ ശുപാർശയും ഒക്കെ ആയിട്ടുള്ള പേപ്പേഴ്സ് ഇദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണിനകത്തുണ്ട്. ഇതാണ് ബൈജു പൗലോസും മറ്റുള്ള ഉദ്യോഗസ്ഥരും അദ്ദേഹത്തിന്റെ കയ്യിൽ കോടതിയുടെ പല ഡീറ്റെയിൽസും കയ്യിലുണ്ടെന്ന് പറഞ്ഞത്. പിന്നീട് അതിവിടെ സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളൊക്കെ കൊണ്ടാടിയത് എന്നുള്ളതാണ്. പരിശോധന കോടതിയുടെ മേൽനോട്ടത്തിൽ അതീവ രഹസ്യ സ്വഭാവത്തോട് കൂടിയിട്ടും ക്യാമറയുടെ മുന്നിൽ വെച്ചുകൊണ്ട് വേണം എന്നുള്ളതാണ് സുപ്രീം കോടതി അങ്ങോട്ട് വെക്കുന്ന നിബന്ധന. പരിശോധനയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പ്രതിക്ക് കേസ് വാദിക്കാൻ മാത്രം ഉപയോഗിക്കണം. അതിന്റെ പകർപ്പെടുക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്കോ പാടില്ല എന്നുള്ളതാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യത്തിനെയാണ് അന്ന് വലിയ രീതിയിൽ എന്തൊക്കെയാ പറഞ്ഞത്, ദിലീപിന്റെ കയ്യിൽ ഇതാ നടി ആക്രമിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ വീഡിയോസ് ഉണ്ട്, അതേപോലെ കോടതിയിലെ പല ഡാറ്റാസ് ഉണ്ട് എന്നൊക്കെ. ഇവിടെ പ്രതിക്കാണെന്നുണ്ടെങ്കിലും വാദിക്കാണെന്നുണ്ടെങ്കിലും കോടതിയോട് സമീപിച്ച് കഴിഞ്ഞാൽ അവർക്ക് വാദിക്കാൻ ആവശ്യമായ ഡാറ്റാസ് കൊടുത്തിരിക്കും, മൊഴികൾ കൊടുത്തിരിക്കും, ഡാറ്റാസ് കൊടുത്തിരിക്കും. അതാ അയാളുടെ മൗലിക അവകാശമാണ്. അദ്ദേഹം അത് ചോദിച്ചു വാങ്ങി എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മെമ്മറി കാർഡ് ദുരുപയോഗം ചെയ്തോ എന്നുള്ളതാണ്. കോടതി ജീവനക്കാരായ കുറച്ച് ആളുകൾ ഉപയോഗിച്ചു എന്ന രീതിയിലുള്ള വലിയ ചർച്ച നടക്കുന്നുണ്ടല്ലോ. എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്നുള്ളതാണ്. ഈ ഫോറൻസിക് സയൻസ് ലാബ് റിപ്പോർട്ട് പ്രകാരം മെമ്മറി കാർഡ് ആരും ഇതുവരെ ആക്സസ് ചെയ്തില്ല എന്നാണ് അവർ അവകാശപ്പെടുന്നത്. എന്താണ് ആക്സസ് എന്ന് ഞാൻ പറയാം. വീഡിയോ ആരും ക്ലോൺ ചെയ്യുക, കോപ്പി ചെയ്യുക, എഡിറ്റ് ചെയ്യുക അങ്ങനെയുള്ളതൊന്നും ചെയ്തില്ല എന്നാണ് അവർ അവകാശപ്പെടുന്നത്. MY അല്ലെങ്കിൽ മൈ എന്ന പേരിൽ 2017 ഫെബ്രുവരി 18 ഒരു ഫോൾഡർ ഉണ്ടാക്കി അതിലാണ് വീഡിയോ ഫോറൻസിക് സയൻസ് ലാബ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൽ കയറിയിട്ട് ആ വീഡിയോ ഒക്കെ ആരും ഒരു തരത്തിലുള്ള എഡിറ്റിങ്ങോ ഡിലീറ്റിങ്ങോ ഒന്നും ചെയ്തിട്ടില്ല, എക്സ്റ്റൻഷനോ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് അവകാശപ്പെടുന്നത്. എന്നാൽ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ 3 തവണ മാറിയതായിട്ടാണ് ഫോറൻസിക് പരിശോധന ഫലത്തിൽ വ്യക്തമായത്. അതായത് ബൈജു പൗലോസ് എന്ന് പറയുന്ന വ്യക്തി പറയുന്ന കാര്യം കറക്റ്റാണ്, അത് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ എങ്ങനെയാണ് എന്താണെന്ന് പറഞ്ഞുതരാം. 2018 ജനുവരി 9 രാത്രി 9:58 അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ ആ മെമ്മറി കാർഡ് ഒരു തവണ ഉപയോഗിച്ചു. രണ്ടാമത്തെ തവണ 2018 ഡിസംബർ 13 രാത്രി 10:58 ജില്ലാ പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ, നിങ്ങൾ സമയം നോക്കിയേ, കോടതി സമയത്തല്ല, രാത്രി കാലങ്ങളിലാണ്. ഇത് ആരൊക്കെയാ നോക്കിയെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞുതരാം. മൂന്നാം തവണ 2021 ജൂലൈ 19 ഉച്ചയ്ക്ക് 12:19 12:54 ഇടയിൽ വിചാരണ കോടതിയുടെ കസ്റ്റഡിയിൽ ഇരിക്കെയാണ് നോക്കിയത് എന്നുള്ളതാണ്. അത് ചിലപ്പോൾ കോടതിയാവും നോക്കിയിട്ടുണ്ടാവുക. അങ്ങനെ 3 തവണയാണ് ഈ ഹാഷ് വാല്യൂ മാറിയിട്ടുള്ളത്. അതായത് ഏതോ ഡിവൈസിൽ അത് കുത്തിയിട്ട് അവർ കണ്ടു. ഒരു വിവോ ഫോണിലെ ഒരു വ്യക്തി ഇത് കണ്ടു എന്ന് പറയുന്നുണ്ട്. ഈ വിവോ ഫോണിൽ വീഡിയോ കാണുന്ന സമയത്ത് ആ ഫോണിലേക്ക് വന്ന ഒരുപാട് മെസ്സേജുകളൊക്കെ ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് വലിയ മാറ്റങ്ങളാണെന്നുള്ളതാണ്. ആക്സസ് ചെയ്ത വ്യക്തി അങ്കമാലി മജിസ്ട്രേറ്റിലെ ലീന റഷീദ് എന്ന് പറയുന്ന വ്യക്തി അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ
മെമ്മറി കാർഡ് സ്വന്തം കസ്റ്റഡിയിൽ സൂക്ഷിക്കുകയും പിന്നീട് പരിശോധിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. സ്വന്തം മൊബൈലിലോ അല്ലെങ്കിൽ മറ്റു ഡിവൈസിലോ ഇട്ടിട്ട് ഒരാൾ നോക്കി. ലീന റഷീദ്. ജില്ലാ കോടതി സീനിയർ ക്ലർക്ക് മഹേഷ് മോഹൻ എന്ന് പറയുന്ന വ്യക്തി ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സ്വന്തം മൊബൈൽ ഫോണിൽ ഇട്ടു നോക്കി എന്നുള്ളതാണ്. വിചാരണ കോടതിയിലുള്ള താജുദ്ദീനാണ് അടുത്ത ആള്. വിചാരണ കോടതിയിൽ തന്നെ സ്വന്തം മൊബൈൽ ഫോണിൽ ഇട്ട് പരിശോധിച്ചു എന്നുള്ളതാണ്. ഈ പരിശോധനയിലാണ് തോന്നുന്നു വിവോ ഫോണിലേക്ക് ഒരുപാട് മെസ്സേജുകൾ വരികയും ഈ മെമ്മറി കാർഡിന്റെ ടോട്ടൽ ഹാഷ് വാല്യൂയിൽ മാറ്റം വന്നതും. ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയ സംഭവമൊന്നുമല്ല, വളരെ സിമ്പിൾ ആയിട്ട് സാധനമാണല്ലേ. പക്ഷെ ഇതിനാണ് സാധാരണക്കാർക്ക് മനസ്സിലാവാത്ത രീതിയിൽ ഇങ്ങനെ മാറ്റി മറിച്ച് എന്തോ ചെയ്തിട്ടുണ്ട്, വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ട്, ദിലീപാണ് എല്ലാത്തിനും കാരണം എന്ന രീതിയിലേക്ക് മാറുന്നത്. എന്നാൽ നടിയെ ആക്രമിക്കുന്ന സമയത്ത് ആരാണ് ആ വണ്ടിയിലുണ്ടായിരുന്നത്? വത്സസുനിയും മറ്റു കൂട്ടാളികളും ആണെന്നുള്ളതാണ്. അവരാണ് ഇതിൽ ഒന്നാം പ്രതി, അവരെ ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ശിക്ഷ പോരാ എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഇതിന്റെ വസ്തുത അന്വേഷണമാണ്. ജില്ലാ കോടതിയുടെ റിപ്പോർട്ടാണ്. മെമ്മറി കാർഡ് ദുരുപയോഗം ചെയ്തതിനെ കുറിച്ചുള്ള ആരോപണങ്ങൾ ഉയർന്നപ്പോൾ വിചാരണ കോടതി ജഡ്ജി തന്നെ ഇത് സംബന്ധിച്ച് ഒരു വസ്തുത അന്വേഷണം നടത്താൻ ഉത്തരവിട്ടു. ഈ അന്വേഷണത്തിന്റെ ഭാഗമായി സമർപ്പിച്ച റിപ്പോർട്ടിലാണ് കോടതിയിലെ ക്ലർക്കുമാർ ഉൾപ്പെടെയുള്ളവർ മെമ്മറി കാർഡ് മൊബൈൽ ഫോണുകളിൽ ഇട്ട് പരിശോധിച്ചായി സ്ഥിരീകരിച്ചത്. ഉദ്യോഗസ്ഥർക്ക് എന്ത് നടപടിയെടുത്തെന്നും കൂടി എല്ലാവർക്കും അറിയേണ്ടതായിട്ടുണ്ടാവില്ല. സർവീസ് തല നടപടികളാണ് എടുത്തിട്ടുള്ളത്. വസ്തുത അന്വേഷണ റിപ്പോർട്ടിൽ വീഴ്ച വരുത്തിയതായി കണ്ടെത്തിയ കോടതി ജീവനക്കാർക്കെതിരെ ക്ലർക്കുമാരുണ്ട്, പിന്നെ ശിരസ്തുദാർമാരുണ്ട്. സർവീസ് തലത്തിലുള്ള അച്ചടക്ക നടപടികളാണ് സ്വീകരിക്കാൻ കോടതി ഉത്തരവിട്ടത്. ഇതിൽ വലിയൊരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നടിയുടെ സ്വകാര്യത, പ്രൈവസി അതിലേക്ക് കടന്നു കയറിയിട്ടുണ്ട് വരും അല്ലേ. ഇവിടെ ഇപ്പൊ നമ്മൾ ഈ നടിയുടെ പേര് പറയുകയും ഫോട്ടോ കാണിക്കുകയാണെങ്കിൽ എന്താ അവസ്ഥ? നമ്മൾ ശിക്ഷിക്കുമല്ലോ അല്ലെ, കോടതി കയറി ഇറങ്ങേണ്ടി വരുമല്ലോ അല്ലേ. പക്ഷെ ഇവിടെ ഇവർക്ക് കിട്ടി നോക്കണം. ഇത്തരം നടപടികളിൽ സ്ഥലം മാറ്റം, താക്കീത് അല്ലെങ്കിൽ മറ്റ് ശിക്ഷാ നടപടികൾ ഉൾപ്പെടാം. ഇത് അവരുടെ ജോലി സംബന്ധമായ പെരുമാറ്റച്ചട്ടങ്ങൾ അടിസ്ഥാനമാക്കിയാണ്. ഇനി അതിജീവിത ഈ ഒരു വിഷയത്തിൽ സ്വകാര്യതയുടെ ലംഘനം, വയലേഷൻ ഓഫ് പ്രൈവസി എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിലൊന്ന് പോയി. മെമ്മറി കാർഡ് അനധികൃതമായി കൈകാര്യം ചെയ്തതും ദൃശ്യങ്ങൾ കണ്ടതും അതിജീവിതയുടെ സ്വകാര്യതയുടെ ഗുരുതരമായ ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാട്ടി അതിജീവിത നിയമപരമായി കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഈ വിഷയത്തിൽ കോടതിക്ക് വീഴ്ച സംഭവിച്ചു എന്ന് ഹൈക്കോടതി പോലും നിരീക്ഷിച്ചിട്ടുണ്ട്. തെളിവുകൾ കൈകാര്യം ചെയ്യുന്നതിൽ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ടെന്നും കോടതി കണ്ടെത്തുന്നു. എന്നിട്ട് എന്ത് ശിക്ഷയാണ് കൊടുത്തു നോക്കാം. വീഡിയോ കണ്ടവർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കണമെന്ന ആവശ്യം ഉയർന്നു വന്നുവെങ്കിലും ഈ വിഷയത്തിൽ നിലവിൽ പോലീസ് തലത്തിലുള്ള തുടരന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള നിയമപരമായ വാദങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. വീഴ്ച വരുത്തിയവർക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന പോലുള്ള കുറ്റങ്ങൾ ചുമത്തണമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് കോടതിയാണ്. ചുരുക്കത്തിൽ വീഡിയോ കണ്ടവർക്കെതിരെ കോടതിയുടെ ഭാഗത്തു നിന്ന് സർവീസ് തലത്തിലുള്ള അച്ചടക്ക നടപടികൾ കൈക്കൊള്ളുകയും ഇത് സ്വകാര്യതയുടെ ലംഘനമാണ് എന്ന് നിരീക്ഷിക്കുകയും ചെയ്തു. ഈ സംഭവത്തിൽ കൂടുതൽ ക്രിമിനൽ നടപടികൾ വേണമോ എന്ന നിയമപരമായ തർക്കങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. ഓക്കെ, ഇതാണ് ഹാഷ് വാല്യൂമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. പല ആളുകളും ഇത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഇവിടെ ദിലീപ് ആ വീഡിയോസ് കൈവശപ്പെടുത്തിയിട്ടില്ല. സുപ്രീം കോടതിയെ സമീപിച്ച് ആ വീഡിയോ കണ്ടു. അഭിഭാഷകന്റെ മുന്നിൽ, ക്യാമറക്ക് മുന്നിലാണ് അത് കണ്ടിട്ടുള്ളത്. ആ വീഡിയോസ് ദിലീപിന്റെ കയ്യിൽ നിന്നല്ല പുറത്തു പോയിട്ടുള്ളത്. ഇനി പുറത്തു പോയിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിൽ ചർച്ചകൾ നടക്കുന്നു, അതുകൊണ്ട് പറയാം. പക്ഷെ ഇവിടെ ചൂണ്ടിക്കാണിക്കേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ബൈജു പൗലോസ് ഹാഷ് വാല്യൂ മാറ്റത്തെ കുറിച്ച് പറഞ്ഞ സമയം അതാണ്. അതായത് നടക്കുന്ന സമയം എന്ന്, ഇത് അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറയുന്ന സമയം എന്ന്, കോടതിയിൽ എത്തുന്ന സമയം എന്നുള്ളത് വലിയൊരു ചോദ്യമാണതല്ലേ. എന്തായാലും വീഡിയോക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് കൃത്യമായിട്ട് എവിഡൻസ് ഉണ്ട്. ഫോറൻസിക് ലാബിൽ കൃത്യമായി തെളിയിക്കപ്പെട്ട കാര്യമാണ്. എന്നാൽ നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറി എന്ന കണ്ടെത്തൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിന്റെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ച് ടീം ഔദ്യോഗികമായി കോടതിയെ അറിയിച്ചത് 2022 ആദ്യ പകുതിയിലാണ്. സംഭവിച്ചപ്പോഴാ ആദ്യം സംഭവിക്കുന്നത് 2018 ജനുവരി 9, 2018 ഡിസംബർ 13, 2021 ജൂലൈ 19, 3 സമയത്താണ് ഈ മെമ്മറി കാർഡ് ആളുകൾ ആക്സസ് ചെയ്തിട്ട് ഹാഷ് വാല്യൂ മാറിയതായിട്ട് കണ്ടെത്തുന്നത്. എന്നാൽ വിചാരണ കോടതിക്ക് കൊടുത്ത റിപ്പോർട്ട്, മെമ്മറി കാർഡ് പരിശോധന ഫോറൻസിക് സയൻസ് ലാബ് റിപ്പോർട്ട് 2020 ജനുവരി 29 വിചാരണ കോടതിക്ക് കൈമാറിയിരുന്നു. ഈ റിപ്പോർട്ടിലാണ് ഹാഷ് വാല്യൂ മാറിയതിനെ കുറിച്ച് വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. 2018 ഈ ഒരു സംഭവം മാറി, 2020 അത് കോടതിയിൽ സമർപ്പിക്കുന്ന സമയത്താണ് അതിൽ മാറി എന്നുള്ള ഒരു കാര്യം അറിയുന്നത്. എന്നാൽ ക്രൈംബ്രാഞ്ച് ഇത് എപ്പോൾ അറിയുന്നത് അറിയോ? ഹാഷ് വാല്യൂയെ കുറിച്ചിട്ടുള്ള കാര്യം
2022 ഫെബ്രുവരി വരെ പ്രോസിക്യൂഷനെ ക്രൈംബ്രാഞ്ചിനെയും ഔദ്യോഗികമായിട്ട് ഈ കാര്യം അറിയിച്ചില്ല എന്നുള്ളതാണ്. 18 നടന്ന ഈ ഒരു കാര്യം അറിയിച്ചില്ല. 2020 ഈ ഒരു കാര്യം അറിയാം, എന്നാൽ അത് ക്രൈംബ്രാഞ്ചിനെ അറിയിച്ചില്ല. കൊള്ളാം. പിന്നീട് ക്രൈംബ്രാഞ്ച് ഇത് അറിഞ്ഞപ്പോൾ ഫോറൻസിക് റിപ്പോർട്ടിനെ കുറിച്ച് അറിഞ്ഞ ഉടൻ മെമ്മറി കാർഡ് വീണ്ടും പരിശോധനയ്ക്ക് അയക്കണമെന്ന് ഹാഷ് വാല്യൂ മാറ്റത്തെക്കുറിച്ച് കണ്ടെത്തണമെന്നും ബൈജു പൗലോസ് വിചാരണ കോടതി സമീപിച്ചത് 2022 മാസത്തിൽ ആണ്. കൊള്ളാം. 18 നടന്നു, 2 തവണ 18, 2021, ഇപ്പോ ഈ സംഭവമൊക്കെ അവിടെ എത്തുമ്പോൾ 5 വർഷം കഴിഞ്ഞു എന്നുള്ളതാണ്. എന്താണ് ഇത്ര കാലതാമസം? എന്താ സംഭവം മനസ്സിലാവുന്നില്ല. യഥാർത്ഥ പ്രതികളിലേക്ക് വിരൽ ചൂണ്ടേണ്ട സമയത്ത് അതിലേക്ക് വിരൽ ചൂണ്ടാതെ, അതിലേക്ക് അന്വേഷണങ്ങൾ പോവാതെ, ഇന്ന ആളാണ് പ്രതി എന്ന തിട്ടൂരവും പറഞ്ഞുകൊണ്ട് അയാളെ മാത്രം അങ്ങനെ ടാർഗറ്റ് ചെയ്ത് അയാളുടെ 8-8.5 വർഷം അയാളുടെ ഫിലിം കരിയറും അയാളുടെ ലൈഫും ഒക്കെ പോയി. ഇവിടെ അതേപോലെ തന്നെ നീറി കഴിയുന്ന ഒരു അതിജീവിതം കൂടിയുണ്ട്. അവർക്ക് യഥാർത്ഥത്തിൽ നീതി ലഭിക്കണമെങ്കിൽ ആ മാഡം എന്ന് പറയുന്ന വ്യക്തി ആരാണെന്ന് കണ്ടെത്തേണ്ടതായിട്ടുണ്ടായിരുന്നില്ലേ? പൾസർ സുനി ആരുടെ കയ്യിൽ നിന്നാണ് യഥാർത്ഥത്തിൽ കൊട്ടേഷൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തേണ്ടതായിട്ടില്ലേ? അപ്പോഴാണ് ഈ രീതിയിൽ. എന്നാൽ കോടതി കൃത്യമായി ഈ ഒരു കാര്യം പറയുന്നു, ഹാഷ് വാല്യൂ മാറി എന്ന് പറഞ്ഞത് ശരിയല്ല, തെറ്റാണ്. വോളിയം ഹാഷ് മാറി എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത് ശരിയാണ്. ആരോ മെമ്മറി കാർഡ് ഇട്ടു. എന്നാൽ വീഡിയോ ഫയലിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല. വീഡിയോ ഫയലിന്റെ ഹാഷ് വാല്യൂയിൽ ഒരു മാറ്റവും വന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉള്ളടക്കത്തിൽ ഒരു പ്രശ്നം സംഭവിക്കാത്തത് കൊണ്ട് ഈ വിഷയം കോടതി തള്ളിക്കളയാണ്. ഒരു കാര്യമില്ല. ആ വീഡിയോ അത് തെളിവായിട്ട് തന്നെ കിടന്നു. ആ വീഡിയോയിൽ ആരാണുള്ളത്? അത് പൾസർ സുനിയാണ്, ദിലീപ് അല്ല. അതാദ്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ അത്രയുള്ള കാര്യങ്ങൾ. ഈ ദിലീപ് തന്നെയാണ് കുറ്റക്കാരൻ എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? ദിലീപിന്റെ കൈകളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന ആ ഡാറ്റകളെല്ലാം അത് കോടതിയിൽ അദ്ദേഹം സമർപ്പിച്ചതിന്റെ ഭാഗമായിട്ട് ഇങ്ങോട്ട് കിട്ടിയതാണ്. അതായത് ഏതൊരു പ്രതിക്കും അല്ലെങ്കിൽ ഏതൊരു വാദിക്കും അവകാശമുണ്ട് തന്റെ നിരപരാധിത്വം തെളിയിക്കുക എന്നുള്ളത്. അതിന് കോടതി കുറച്ച് മൂല്യങ്ങൾ കൽപ്പിക്കുന്നുണ്ട്. അത് അവർക്ക് കിട്ടും എന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ. ഇവിടെ ദിലീപ് മെമ്മറി കാർഡ് ആക്സസ് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ 2017 ശേഷം ആ വീഡിയോക്ക് ഒരു തരത്തിലുള്ള എഡിറ്റിങ്ങും സംഭവിച്ചിട്ടില്ല. ദിലീപ് ഡിലീറ്റ് ചെയ്തിട്ടാണ് മൊബൈൽ ഫോൺ സമർപ്പിച്ചതെന്നും മൊബൈൽ ഫോണിൽ അങ്ങനെയുള്ള ഡാറ്റ ഇല്ല, ഇങ്ങനെയുള്ള ഡാറ്റ ഇല്ല എന്ന് പറഞ്ഞതിലൊന്നും യാതൊരു അർത്ഥമില്ല. ഫോറൻസിക് ലാബിൽ ഇട്ടുകൊണ്ട് അയാളുടെ മൊബൈൽ ഫോണുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. അതിൽ ഇത്തരത്തിലുള്ള ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ നേരിട്ട് പൾസർ സുനിയെ കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡാറ്റയും ഇല്ല എന്നുള്ളതാണ്. തെളിവുണ്ടെങ്കിൽ നമുക്ക് പറയാം ദിലീപിനെ തെളിവുണ്ടായിട്ടും വെറുതെ വിട്ടു എന്നുള്ളത്. ഇവിടെ തെളിവുകളില്ല. ഇവിടെ ദിലീപിന്റെ പിന്നാലെ ഓടുന്ന സമയത്ത് യഥാർത്ഥത്തിൽ മറ്റേതെങ്കിലും പ്രതി ഉണ്ട് എന്നുണ്ടെങ്കിൽ അയാൾ രക്ഷപ്പെടാനുള്ള ഒരു വഴി ഒരുക്കി കൊടുക്കുകയാണ് ഇപ്പൊ എല്ലാവരും ചേർന്ന് ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു സംഭവം നടക്കുന്ന കാലയളവിൽ 8 വർഷം മുമ്പ് നടന്ന വീഡിയോസ്, ഇന്റർവ്യൂസ്, അന്ന് മാധ്യമങ്ങൾ നടത്തിയ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ചാൽ തന്നെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് ആരാണ് ഇതിന്റെ പിന്നിൽ കളിച്ചത് എന്നുള്ളത്. ഇനി നിങ്ങൾ തന്നെ പറ, ദിലീപ് തന്നെയാണോ കുറ്റക്കാരൻ? ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. നിങ്ങൾ ഇരയുടെ കൂടെയാണോ നിൽക്കുന്നത്? എങ്കിൽ സത്യസന്ധമായിട്ട് തന്നെ നിങ്ങൾ കൂടെ നിൽക്കുക. അല്ലെങ്കിൽ ഇത് മാനിപ്പുലേറ്റ് ചെയ്ത ഒരുപാട് മാധ്യമങ്ങൾ ഉണ്ടാവും, അവരുടെ കൂടെ പോകുക. അപ്പോൾ വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ് ഓഫ്.